ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇന്ന് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. ആസാമിൽ നിന്ന് ഒരു കുടുംബം ഒരു അനുഭവം ഇവിടെ അട്ടപ്പാടിയിൽ വന്ന് പങ്കുവെക്കുകയുണ്ടായി. അവർ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് അഭിഷേകാഗ്നി കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ ആരാധിച്ച്, തത്സമയം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് യേശുവിൻ്റെ അത്ഭുത ശക്തി രോഗിയുടെ മേൽ വ്യാപരിച്ച് ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിൽ 2 വർഷത്തോളം ചികിത്സിച്ച് 30 ലക്ഷം ഉറുപ്പിക മുടക്കിയിട്ടും ചികിത്സയ്ക്ക് സൗഖ്യം കിട്ടാത്ത ഒരു രോഗത്തിൻ്റെ മേൽ ദൈവസ്തുതിപ്പിൻ്റെ സമയത്ത് അത്ഭുത ശക്തി വ്യാപരിച്ചു. ആ ഒരു അനുഭവമാണ് ഇവർ പറയാൻ പോകുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. എൻ്റെ സഹോദരനെ, എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇവനൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് 9 ഓപ്പറേഷൻസ് നടന്നു. അതിൽ 2 ആസാമിൽ, 3 കേരളത്തിൽ, കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റൽ. ബാക്കി ഓപ്പറേഷൻ നടന്ന അപ്പോളോ ചെന്നൈയിലാണ്, ഫസ്റ്റ് മെറ്റ് ഓഫ്. ഈ 3 ഓപ്പറേഷൻ നടന്നിട്ടും 30 ലക്ഷത്തിൽ കൂടി രൂപ ഞങ്ങൾ മുടക്കിയിട്ടും 2.5 വർഷക്കാലം ഇവൻ കിടപ്പിൽ തന്നെ കിടക്കുകയായിരുന്നു. ഞാനാണ് എടുത്തുകൊണ്ട് ബാത്റൂമിൽ പോകുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അവസാനം ചെന്നൈയിൽ നിന്ന് ഞങ്ങളെ തിരിച്ചു വിട്ടപ്പോൾ അവർ പറഞ്ഞു, ഇറ്റ് ഈസ് നോൺ ക്യൂറിങ് അൾസർ. മീൻസ് ഇത് എപ്പോൾ ഉണങ്ങും, ഉണങ്ങാതിരിക്കാം, ഒരു പക്ഷേ ഉണങ്ങിയിരിക്കും ഏതെങ്കിലും ഒരു കാലത്ത്. അപ്പോഴാണ് പല പ്രാവശ്യവും എൻ്റെ മദറിലോ പറഞ്ഞിട്ട് പോലും ഞാൻ ഈ അഭിഷേകാഗ്നി പരിപാടി കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇച്ചിരി വിശ്വാസക്കുറവാണ് നിങ്ങളുടെ കാര്യത്തിലൊക്കെ. പള്ളി പോവുക കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നവരാണ്. പിന്നീട് എന്നെ ഒരു സിസ്റ്റർ ഒറീസയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കുഞ്ഞിലെ തൊട്ട് കാണുന്നവനവനെ, സായ്മ എങ്ങനെയെങ്കിലും ആ പ്രോഗ്രാം ഒന്ന് കാണും, ആ കാല ടിവിയുടെ മുന്നിലോട്ട് വെച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കും. ആദ്യം 1-2 വർഷമൊക്കെ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ കാണാം. ഇത് ഞായറാഴ്ച 8:30 ആയതുകൊണ്ട് ഞാൻ അങ്ങ് എസ്കേപ്പ് ചെയ്തു, ഒന്ന് ഒഴിവായി. പിന്നീട് സിസ്റ്റർ അതേ സമയം എന്നെ വിളിച്ചു പറയാൻ തുടങ്ങി ഒറീസയിൽ നിന്ന്, സായ്മ ഇന്നലത്തെ പരിപാടി കണ്ടായിരുന്നോ? ആദ്യം 2 പ്രാവശ്യം കള്ളം പറഞ്ഞു, കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നലെ ആരാ സാക്ഷ്യം പറഞ്ഞത്? അയ്യോ സോറി സിസ്റ്റർ, ഞാൻ കണ്ടില്ല. എന്നാൽ ഇനി അടുത്ത ആഴ്ച നിങ്ങൾ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ട് ഞങ്ങൾ ഈ കൊച്ചിൻ്റെ കാല് ടിവിയുടെ മുന്നിലോട്ട് വെച്ചുകൊണ്ട് ഇവിടുന്ന് ഒരു ബ്രദർ പറഞ്ഞു, 21 ദിവസം നിങ്ങൾ കുരിശിൻ്റെ വഴിയും കൂടെ ചെല്ലാൻ പറഞ്ഞു. കൊന്തയിൽ കഴിയുമ്പോൾ ഞങ്ങൾ 21 ദിവസം മുട്ടുമ നിന്നുകൊണ്ട് കുരിശിൻ്റെ വഴി ചെല്ലി. 21ാമത്തെ ദിവസം അത് കംപ്ലീറ്റാക്കി അടഞ്ഞു. അഭിഷേകാഗ്നി നടക്കുമ്പോൾ ടെലിവിഷന് മുമ്പിലേക്ക് ഈ ഉണങ്ങാത്ത വ്രണങ്ങളുള്ള ഈ കാലെല്ലാം വെച്ച് പ്രാർത്ഥിക്കുക അല്ലേ? എന്നിട്ട് 21 ദിവസം കുരിശിന് വഴി ചെയ്ത് ഞങ്ങൾ ഈ പ്രാർത്ഥന തുടങ്ങുന്ന മുമ്പ് ഇമെയിലിൽ കൂടെ അച്ഛന് ഫോട്ടോ വെച്ച് കൊടുത്തു. അച്ഛൻ ഒരു വാക്ക് റിപ്ലൈ ചെയ്തു, ഐ വിൽ പ്രേ ഫോർ യു. അച്ഛൻ എന്നിട്ട് ഞങ്ങൾ ആ ഫോട്ടോ ഞാൻ കണ്ട കാലിങ്ങനെ ഉണങ്ങാത്ത മുറിവിന് വരുമ്പോ ആ കുട്ടി ചോരയും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. 9 ഓപ്പറേഷൻ കാണുമ്പോൾ തന്നെ, ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലൊരു ഭയങ്കര ടച്ച് വരും. അതായത് ഇത്രയും തകർന്നൊരു കാലായിരുന്നു അത്. ആ കാല് ശരിക്കും പറഞ്ഞാൽ ഒരു കാൽമുട്ടിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ പല, ഇത് കാലിൻ്റെ കണ്ണായതുകൊണ്ട് വെയിറ്റ് കൊടുക്കാനേ പറ്റില്ല. വെയിറ്റ് കൊടുക്കുമ്പോൾ വീണ്ടും പൊട്ടുക, ചോര ഒരു വെള്ളം. ഞങ്ങളെ 2ാമത് ചെക്കപ്പിന് അപ്പോൾ വിളിച്ചപ്പോൾ അവർ ഡോക്ടർമാർ ചോദിച്ചു, 5 പേരെ, ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ്, ദാറ്റ് ഈസ് പ്ലാസ്റ്റിക് സർജൻസ് ആണ്. അവർ ചോദിച്ചത് കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. എന്നോടും ഭാര്യയോടും ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തത്? ഡോക്ടർ, ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല, ഞങ്ങളിങ്ങനെ റിട്രീറ്റ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ലീവ് ഓൾ ദീസ് തിങ്സ്, യു ടെൽ ദ ഫാക്ട്. അവർക്കറിയണം വെദർ നിങ്ങൾ മെഡിസിൻ ചേഞ്ച് ചെയ്തോ, അതോ ഡ്രസ്സിങ്ങിൻ്റെ മെറ്റീരിയൽ ചേഞ്ച് ചെയ്തോ, അതോ നിങ്ങൾ വേറെ ആരെങ്കിലുമായിട്ട് കൺസൾട്ട് ചെയ്തോ. ഞങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല സാർ, പ്ലീസ് ഡു ബിലീവ്. അപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തോട്ട് മാറി നിന്നേ. അപ്പോൾ ഈ കൊച്ചിനോട് ഈ ഡോക്ടർ 2-3 മണിക്കൂർ, ഈ 3 പേര് 1 മണിക്കൂറോളം ചോദിച്ചു, ഉരുട്ട പുട്ട തിരിച്ചും മറിച്ചും. എന്നിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സൈമൺ, റിയലി ഐ അഗ്രി, വി ഹാവ് ഡൺ നത്തിങ്, ഇറ്റ്സ് എ മിറക്കിൾ. ഓ മൈ ഗോഡ്. അപ്പോളോയിലെ ഡോക്ടർമാര്, അപ്പോളോ ചെന്നൈ അപ്പോളോയിലെ ഡോക്ടർമാര് ഈ കുട്ടീനെ വിശദമായ വിധം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട്
അവർ പറഞ്ഞു ഇറ്റ്സ് എ മിറക്കിൾ. ഇന്നലത്തെ അനുഭവം, ഞങ്ങൾ ചെന്നൈ വന്നപ്പോൾ ഡോക്ടർമാർ എല്ലാ ഡോക്യുമെന്റ്സും തിരിച്ചു മേടിച്ചു. ഇത് എങ്ങനെ കരിഞ്ഞു എന്ന് പഠിക്കാൻ വേണ്ടി ആ ടീം ദേ ഹാവ് ടേക്കൻ ബാക്ക് ഓൾ ദ ഡോക്യുമെന്റ്സ്. ഹാലേലൂയ. എല്ലാം തിരിച്ചു മേടിച്ച് ഇന്നലെ ഞാൻ വീണ്ടും ചെന്നൈയിൽ പോയിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഫ്ലൈറ്റാണ് തിരിച്ചെത്തി ഇവിടെ. സോ ഈ അനുഗ്രഹം ഇത് ടി വി കൂടെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടതായാണ്. അഭിഷേകാഗ്നി നടക്കുന്ന സമയത്ത് കാല് മുമ്പിലേക്ക് നീട്ടി വെച്ച് പ്രാർത്ഥിച്ച് അല്ലേ, കാല് തുറന്നു വെച്ച്. ആ ഇമെയിൽ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. ഇമെയിൽ അച്ഛന് പല പ്രാവശ്യം അത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയി കേട്ടോ. ദൈവമേ. സോ ടി വി കണ്ടാൽ അന്ന് ഇമെയിലിൽ ഇവരൊരു കാര്യം പറഞ്ഞാണ്, എന്ന് ഞാൻ എഴുന്നേറ്റ് നടക്കണോ അന്ന് ഞാൻ അട്ടപ്പാടി വരുമെന്ന് അന്ന് ഇവര് മനസ്സ്. അച്ഛൻ ഒരിക്കലും അനൗൺസ് പറഞ്ഞാൽ, പ്രാർത്ഥന സമയത്ത് പറഞ്ഞാൽ, മാതാവേ നിന്റെ പരിശുദ്ധാത്മാ പ്രാവിന്റെ രൂപത്തിൽ വന്ന് ആ മുറിവുകളൊക്കെ ഒന്ന് കൊത്തി ശരിയാക്കണമെന്ന്. ആ സമയത്ത് കുഞ്ഞ് അവിടെ കിടക്കുകയായിരുന്നു. യേശുവേ, അതേപോലെ താങ്ക് യു ഫോർ എവരിബഡി. യേശുവേ. എന്നിട്ട് ചെന്നൈ അപ്പോളോ അവിടെയായിരുന്നു ശരിക്കും ഇതിന്റെ ഏറ്റവും ക്രിട്ടിക്കൽ. അപ്പോഴവരാണ് പറഞ്ഞത് ഇറ്റ് ഈസ് എ നോൺ ക്യൂറിങ് അൾസറാണ് അല്ലേ. കംപ്ലീറ്റ് അങ്ങനെ വ്രണവും പഴുപ്പുമായിരുന്നു ശരിക്കും. ആർക്കെങ്കിലും ഇവിടെ ഉണ്ട്, എന്റെ ഫോട്ടോസ് എല്ലാം ഉണ്ട്. നമ്മുടെ മനസ്സ് ടച്ച് ആവും. അതുപോലെ എനിക്ക് ഞാൻ 1 വർഷം മുമ്പ് കണ്ട ഫോട്ടോയാണ് ഇമെയിലിൽ. അതിപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. 2.5 വർഷം സ്കൂളിൽ പോയില്ല. ഈ ജനുവരി തൊട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഗ്രേറ്റ് മിറക്കിൾ മാൻ. ഇത് ആസാമിൽ നിന്ന് ഇത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി തന്നെ അതിനുവേണ്ടി മാത്രം വന്നാണ് ഞങ്ങൾ വന്നത്. അവിടുന്ന് ഫ്ലൈറ്റിൽ പോകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വന്നു. 2 ഫ്ലൈറ്റ് ഇവിടെ വന്നത്. ആസാമിൽ നിന്ന് ചെന്നൈ വരെ ഒരു ഫ്ലൈറ്റ്, ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂർ ഒരു ഫ്ലൈറ്റ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഒരിക്കലും ഡിസംബർ 25 ഞങ്ങൾക്ക് ഡേറ്റ് തന്നായിരുന്നു. അന്ന് അച്ഛൻ ഇവിടെ അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ ബാംഗ്ലൂരിൽ തിരിച്ചു പോവുകയായിരുന്നു. അന്ന് ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയി, ബാംഗ്ലൂർ വരെ വന്നിട്ട് തിരിച്ചു പോയി. അച്ഛൻ ഇല്ലെന്ന് പറഞ്ഞു. അച്ഛൻ പരിപാടിയായിരുന്നു. നിങ്ങളെ ഞാൻ പ്രത്യേകം ഒന്ന് സ്നേഹിച്ച് അനുഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ അച്ഛന്മാർക്കും അനുഗ്രഹിച്ചു. മക്കളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, 2.5 വർഷം ഈ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. 2.5 വർഷം നീണ്ടു നിന്ന ട്രീറ്റ്മെൻറ്റ് അവസാനം ഒരു പരാജയത്തിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുടുംബത്തിൽ ദൈവം കുറച്ച് വിശ്വാസം കൊടുത്ത്, അങ്ങനെ കുട്ടിയുടെ ഉണങ്ങാത്ത മുറിവ്, ചോര ഒലിക്കുന്ന, നിന്നപ്പോൾ ചോര ഒഴുകും, അതേപോലെ കാല് ബലക്ഷയപ്പെട്ടു. അപ്പോൾ ചോര പൊതിഞ്ഞ് കിടക്കുന്ന കാലിൻ്റെ മുറിവിൻ്റെ കെട്ടെല്ലാം തുറന്ന് ടി വിയുടെ മുമ്പിൽ അങ്ങോട്ട് വെച്ച്, ടി വിയുടെ മുമ്പിൽ ഉറക്കെ സ്തുതിക്കുന്ന സ്തുതിപ്പുകളാണ്. അഭിഷേകാഗ്നിയുടെ സമയത്ത് നമ്മൾ കാണുന്നതാണ്. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആ സമയത്ത് ഈ ടി വിയുടെ മുമ്പിൽ കാലിൻ്റെ മുറിവിൻ്റെ കെട്ടുകളെല്ലാം തുറന്ന് വെച്ച് ഈ 2 കാലുകളും വെച്ച് കുടുംബം ഒന്നിച്ചിരുന്ന് ടീമിനോട് ചേർന്ന് ഉച്ചത്തിൽ കർത്താവിനെ ആസാമിലെ കുടുംബത്തിലിരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നു. ഒരു 21 ദിവസം അങ്ങനെ, അല്ലെങ്കിൽ 21 തവണ അങ്ങനെ ഈ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ കർത്താവിനെ ആരാധിച്ച്. മിറാക്കുലസ് ഹീലിംഗ്. ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലെ ആ ഡോക്ടർമാരുടെ സംഘം അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ഡോക്യുമെൻറ്റ്സും തിരിച്ചു വാങ്ങി. എന്ന് പറഞ്ഞത് ഞങ്ങളൊന്നും ചെയ്തതല്ല, ദൈവം നേരിട്ട് ചെയ്തതാണ്. ഞങ്ങൾ എഴുതി തന്ന എല്ലാം തിരിച്ചു തന്നേക്കെ പറഞ്ഞ് ഒക്കെ തിരിച്ചെടുത്തു. നമുക്ക് ദൈവസ്തുതിപ്പിൻ്റെ അത്ഭുതകരമായ ശക്തി. സങ്കീർത്തന പുസ്തകത്തിൽ 22-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രകടമായൊരു അനുഭവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യാൻ ദൈവവചനം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, ഒരു സ്തുതിയുടെ സിംഹാസനം ഒരുക്കണം. ഒരു സ്തുതിയുടെ സിംഹാസനം. നിങ്ങളൊരു കുടുംബമായി സമ്മേളിക്കുമ്പോൾ ഒരു സ്തുതിയുടെ സിംഹാസനം ഒരുക്കുക, അവിടെ കർത്താവ് ആഗതനാകും. നിങ്ങൾ ഒരു സഭയായി സമ്മേളിക്കുമ്പോൾ അവിടെ സ്തുതിയുടെ സിംഹാസനം ഒരുക്കുക. നിങ്ങൾ ശുശ്രൂഷയ്ക്കായി ഒരു പ്രദേശത്ത് സമ്മേളിക്കുമ്പോൾ ഒരു സ്തുതിയുടെ സിംഹാസനം ഒരുക്കുക. നിങ്ങൾ 2-3 വ്യക്തികൾ ഒരുമിച്ച് കൂടുമ്പോൾ സ്തുതിയുടെ സിംഹാസനം ഒരുക്കുക. അവിടെ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, ജീവിക്കുന്ന ദൈവം തൻ്റെ സജീവ സാന്നിധ്യം നൽകും.
ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടെലിവിഷനിൽ അഭിഷേകാഗ്നി ശുശ്രൂഷ ശ്രവിക്കുന്ന അനേകം കുടുംബങ്ങളിൽ കുട്ടികൾ മാതാപിതാക്കന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ കുടുംബത്തിൽ നല്ല ദൈവാനുഭവം വരാത്തവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്തിനാണ് എപ്പോഴും ഈ ഹല്ലേലൂയ പറയുന്നത്? എന്തിനാണ് എപ്പോഴും ഇങ്ങനെ സ്തുതിക്കുന്നത്? എന്തിനാണ് എപ്പോഴും പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ഉച്ചത്തിൽ സ്തുതിക്കുന്നത്? ഇങ്ങനെ നിരവധിയായ സംശയങ്ങൾ ദൈവമക്കളുടെ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ട്. എനിക്ക് എൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടം ഇപ്പോൾ ഓർമ്മ വരികയാണ്. 1994 ഞാൻ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ സ്തുതിപ്പ പ്രാർത്ഥനയൊന്നും കാര്യമായിട്ട് ഇതുപോലുള്ള ഉച്ചത്തിൽ സ്തുതിപ്പൊന്നും പരിശീലിക്കാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞാൻ കുറേയൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത് എൻ്റെ ശ്രദ്ധയപ്പെടാതെയായി. കാണുന്നില്ല, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നില്ല. അപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു: കർത്താവേ, ഞാൻ അങ്ങയോട് കാര്യമായിട്ട് വേറെ ഒന്നും ചോദിക്കുന്നില്ല. എനിക്ക് ഒരു കാര്യം അങ്ങ് ചെയ്തു തന്നാൽ മതി. എനിക്ക് ലോകത്തിലേക്ക് വെച്ച് വളരെ ശക്തിയുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അപ്പം അതുകൊണ്ട് ജനങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ വേറെ ഒന്നും ചോദിക്കുന്നില്ല. എൻ്റെ ചെറുപ്പകാലത്ത് ചില പള്ളികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ പണത്തിന് വേണ്ടി ചില പള്ളികളെ സമീപിക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്തേക്ക് അങ്ങനെ പൈസ ചോദിച്ച് ആരും വരണില്ല. എൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കർത്താവ് അനേകം ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു കാലം. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ശക്തി കാണുന്നുമില്ല. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു: കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ശക്തി കാണാത്തതിൻ്റെ ഒരു കാരണം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇത്തിരി ശക്തി കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിലേക്കും വെച്ച് നല്ല ശക്തിയുള്ള ഒരു പ്രാർത്ഥന എന്നെ പഠിപ്പിച്ചു തരണം എന്ന് ഞാൻ കർത്താവിനോട് ചോദിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം കർത്താവ് സാവകാശത്തിൽ എന്നെ 2 പവർഫുൾ പ്രയേഴ്സ് പഠിപ്പിച്ചു. അതിലൊന്നാണ് ഹല്ലേലൂയ എന്ന ഒരു വാക്ക്. ഹല്ലേലൂയ. 2 പവർഫുൾ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇപ്പോൾ പറയണില്ല, ഒരെണ്ണം പറയാം. ഹല്ലേലൂയ. എനിക്ക് ഈ വാക്ക് കേൾക്കുമ്പോൾ ആദ്യം ഒരു വിലയുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ പല തവണ കേട്ടിട്ടുണ്ട് അല്ലേ? അത് ഞാൻ തീരെ വിലയില്ലാത്ത ഒരു വാക്കായി ഞാൻ അങ്ങനെ അവഗണിച്ചിട്ടിരുന്ന ഒരു വിഷയമായിരുന്നു ഹല്ലേലൂയ എന്ന വാക്ക്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശക്തിയുള്ള പ്രാർത്ഥന ഞാൻ ദൈവത്തോട് ചോദിച്ച് അനേകം നാളുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധ ലിഖിതങ്ങളിൽ മാലാഖമാരെ ദൈവം പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ച് ഉൾക്കാഴ്ച തന്നു. അപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന ബോധ്യം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനകളായിരിക്കും ദൈവം മാലാഖമാരെ പഠിപ്പിക്കുക. കാരണം ദൈവം എപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കേണ്ട പ്രാർത്ഥനയാണ്. മാലാഖമാർ സ്വർഗത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ മാലാഖമാരെ ദൈവം പഠിപ്പിച്ച പ്രാർത്ഥന എന്താണെന്ന് അന്വേഷിക്കാൻ എനിക്കൊരു പ്രേരണയുണ്ടായി. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാലാഖമാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു: ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു. ജനക്കൂട്ടത്തിന്റെ ആരവം പോലെ, ഗംഭീരമായ ഇടിമുഴക്കം പോലെ. ഹല്ലേലൂയ. ഈ സ്വരമാണ് സ്വർഗത്തിൽ കേട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഹല്ലേലൂയ, ഈ ഒരു വാക്ക്
ഇത് സ്വർഗസ്ഥനായ പിതാവ് നേരിട്ട് രൂപപ്പെടുത്തിയ വാക്കാണ്. അങ്ങനെ 2 വാക്കുകളാണ് ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുള്ളത്. ഒന്ന് യേശു എന്ന വാക്ക്, 2 ഹല്ലേലൂയ എന്ന വാക്ക്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൽ സ്വർഗസ്ഥനായ പിതാവ് രൂപപ്പെടുത്തി, അതിന് ഷെയ്പ്പ് കൊടുത്ത്, അതിന് രൂപഭാവങ്ങളൊക്കെ കൊടുത്ത്, അതിനുശേഷം സ്വർഗസ്ഥനായ പിതാവ് ഈ വാക്ക് മാലാഖമാരെ പഠിപ്പിച്ചു. ഈ വാക്ക് ഇങ്ങനെ ഉച്ചത്തിൽ പറയാൻ പറഞ്ഞു. ദൈവജനത്തെ രൂപപ്പെടുത്തിയപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് സ്വർഗത്തിൽ മാലാഖമാരെ പഠിപ്പിച്ച അതേ വാക്ക് തന്നെ ഭൂമിയിൽ ദൈവജനത്തെ പഠിപ്പിച്ചു. എന്നിട്ട് ദൈവജനത്തോട് പറഞ്ഞു, ഈ വാക്കുകൾ ഇങ്ങനെ ഉച്ചത്തിൽ പറയണം. ഈ വാക്കുകൾ ഉച്ചത്തിൽ പറഞ്ഞാൽ വലിയ ശക്തി, അവിടെ ദൈവം വന്ന് വസിക്കും. ദൈവത്തിൻ്റെ സിംഹാസനം ഇങ്ങനെയുള്ള ഈ സ്തുതിപ്പിൻ്റെ വാക്കുകൾ കൊണ്ടാണ് ഒരുക്കപ്പെടുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് കൂടുമ്പോൾ ദൈവത്തിൻ്റെ ഈ വലിയ സ്തുതിഗീതത്തിൻ്റെ ഈ വാക്ക് ഉപയോഗിച്ച് ദൈവികമായൊരു സിംഹാസനം ഒരുക്കിയാൽ അവിടെ ദൈവം വന്ന് വസിക്കും. ദൈവം അവിടെ ആ സമൂഹത്തിൻ്റെ മധ്യ ദൈവത്തോട് ഇരിക്കുകയാണ്, ദൈവമായിട്ട് സന്നിഹിതനാവുകയാണ്. ഇതൊന്നും ആദ്യകാലത്ത് എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. ഇതൊക്കെ പഠിപ്പില്ലാത്തവരുടെയും ബുദ്ധിയില്ലാത്തവരുടെയും ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത്. അപ്പോഴാണ് പറയണത്, ഇത് ഒരിക്കൽ രാവിലെ പറഞ്ഞാൽ പോരാ, ഉച്ചയ്ക്ക് പറഞ്ഞാൽ പോരാ, വൈകുന്നേരം പറഞ്ഞാൽ പോരാ. കർത്താവിൻ്റെ സഭ യാമപ്രാർത്ഥനകളിൽ കർത്താവിൻ്റെ മക്കളോട് പറഞ്ഞത് എങ്ങനെയാണ്? എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിനെ എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും ഇങ്ങനെ സ്തുതിക്കണം. ഹല്ലേലൂയ 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 ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണം. ഈ ടോക്കിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് ലോർഡ് എന്ന് പറയണല്ലോ, അതങ്ങനെ പോരാ. ഈ ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്നാണ്. അതിന് ഇംഗ്ലീഷ് വാക്കാണ് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി അവിടെ വ്യാപരിക്കാൻ തുടങ്ങും. സഗിയോൻ ധ്യാന കേന്ദ്രം തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ധാരാളമായി ഉപയോഗിക്കണം. ഈ വാക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന വാക്ക് ധാരാളം ഉപയോഗിക്കണം. ടെലിവിഷനിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം തുടങ്ങിയപ്പോഴും ഈശോ നൽകിയൊരു നിർദ്ദേശമുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന വാക്ക് ധാരാളം ഉപയോഗിക്കണം. സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ എന്ത് തുടങ്ങുമ്പോഴും ആദ്യം കർത്താവ് തരുന്ന ഒരു നിർദ്ദേശമുണ്ട്, ഇവിടെ എല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന വാക്ക് ധാരാളം ഉപയോഗിക്കണം. അപ്പം ഞാൻ ചിന്തിച്ച്, കർത്താവേ, അതൊക്കെ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ഉപയോഗിച്ചാൽ പോരെ, വെറുതെ ഇങ്ങനെ നടന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായി, നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഈ ചെടികളുടെ നേരെ ഹല്ലേലൂയ പറയണം. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഈ ഹല്ലേലൂയ എന്ന വാക്ക് തട്ടിക്കഴിയുമ്പോൾ കല്ലും മണ്ണും പോലും വ്യത്യാസപ്പെടുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഒരു സഹോദരി ഇവിടെ വന്നു. ആ സഹോദരി കല്യാണം കഴിഞ്ഞിട്ട് അന്ന് വരെ സ്വന്തമായി വീടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഈ ഹല്ലേലൂയ ഹല്ലേലൂയ ഇതും പിന്നെ കുരിശിൻ്റെ വഴി പ്രാർത്ഥനകളെ കണ്ടപ്പോൾ ആ സഹോദരിക്ക് പരിശുദ്ധാത്മ ബോധ്യം കൊടുത്തു, ഇവിടുന്ന് 2 കല്ലെടുത്ത് കൊണ്ടുപോയി ഇട്ടാൽ എൻ്റെ പ്രശ്നത്തിൽ ദൈവം ഇടപെടുമെന്നൊരു ബോധ്യം ഉണ്ടായി. അങ്ങനെ ആ സഹോദരി 2 കല്ലും വഹിച്ചുകൊണ്ട് ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ ഒറ്റപ്പോക്ക്. അവിടെ കുരിശിൻ്റെ ഇവിടെ കല്ല് നോക്കിയപ്പോൾ ആ കുരിശിൻ്റെ വഴിയുടെ അവിടെ കുറേ കല്ലുകൾ മെറ്റലുകൾ കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് കുറേ അങ്ങ് വാരിക്കൊണ്ടുപോയി. അത് വീട്ടിൽ കൊണ്ടങ്ങോട്ട് ഇട്ട്. എന്തുണ്ടായ അനുഭവം എന്ന് ആ സഹോദരി പറയണത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷീല, ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു. പൂമാർക്കറ്റ് സെൻറ്റ് ജോസഫ് ചർച്ച് ഞങ്ങളുടെ ഇടവക. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 27 വർഷം കഴിഞ്ഞു. ഇതുവരെ ഞങ്ങൾ സ്വന്തം വീട്ടിലിരുന്നിട്ടില്ല. വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിച്ച് വന്നിട്ട്. ഞങ്ങൾക്ക് വടവള്ളിയിലൊരു സ്ഥലം കിടക്കുന്നുണ്ട്. ആ സ്ഥലത്തിന് ബാങ്കിൽ നിന്ന് ലോൺ പോലും തരില്ല. അങ്ങനെ ഇരിക്കും ഞങ്ങളിവിടെ എല്ലാ മാസാദി വെള്ളിയാഴ്ച വന്ന് കുരിശിൻ്റെ വഴിക്ക് പോവും, പ്രാർത്ഥിക്കും. ഞങ്ങൾക്കൊരു വീട് ആ സ്ഥലത്ത് തരണമെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷി പറയാമെന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞിട്ട് പോവും. അങ്ങനെ ഞങ്ങൾ വീട് കെട്ടാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കയ്യിൽ 4.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ 4.5 ലക്ഷത്തിന് ഒരു RC വീട് പോലും ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങൾ വീട് കെട്ടാൻ തീരുമാനിച്ച് വീട് കെട്ടാനെല്ലാം ഏൽപ്പിച്ച് കഴിഞ്ഞ് അസ്ഥിവാരം തോണ്ടിയപ്പോൾ കുരിശിൻ്റെ വഴിക്ക് വന്ന് അവിടുന്ന് ഞാൻ കുരിശിൻ്റെ വഴിയുടെ കല്ല് പറക്കിക്കൊണ്ടുപോയി എൻ്റെ വീട് കെട്ടുന്ന അസ്ഥിവാരം തോണ്ടിയ കുഴിയിൽ വീടിന് ചുറ്റും എല്ലാ ഭാഗത്തും ആ കല്ലിട്ടു. ഇപ്പം എനിക്ക് വീട് കിട്ടി. 3 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞു.
2 ബെഡ്റൂമോടെ കാർ പാർക്കിംഗ് വെച്ച വീട് 18 ലക്ഷം രൂപ എങ്ങനെ വന്നു എന്ന് എനിക്കേ അറിയില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് ഞാൻ ആ കല്ല് എൻ്റെ വീടിന് ചുറ്റും ഇട്ട് ഇപ്പൊ ഇന്ന് കാർ പാർക്കിങ്ങോടെ 2 ബെഡ്റൂമായിട്ട് എനിക്കൊരു വീട് ദൈവം 2 ബെഡ്റൂം വീട്. ഹല്ലേലൂയ. നോക്ക്, 27 വർഷമായിട്ടൊരു വീടിന് വേണ്ടി കണ്ണീരോടെ അമ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒരു വീടൊന്ന് തലചേയ്ക്കാൻ. അങ്ങനെ അവിടെ തന്നെ പൈസ തപ്പിപ്പറിക്കുക നോക്കുമ്പോൾ അവിടെ 4 ലക്ഷം രൂപ ഉണ്ട്. 4 ലക്ഷം രൂപ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നുമില്ല നമുക്കറിയാം. പക്ഷേ അമ്മിച്ച് പ്രാർത്ഥിച്ചു. ഈ കുരിശിൻ്റെ വഴിയിൽ നിന്ന് വീടിന് ചുറ്റും കല്ല് ഇടണമെങ്കിൽ കുറേ കല്ല് ഇവിടുന്ന് ചുമന്നിട്ട് പോയിട്ടുണ്ടാവും. ഹല്ലേലൂയ. നമുക്ക് ആ കല്ലും ഇവിടുന്ന് ചുമന്ന് വണ്ടിയെ കയറ്റി അത് എൻ്റെ വീടിന് ചുറ്റും ഇട്ടു. ഞാൻ വാതിലിന് കതകിൻ്റെ താഴത്തും കൂടി എൻ്റെ അട്ടപ്പാടിയിൽ യേശുവേ. നോക്ക, കല്ലൊക്കെ എടുത്ത് തോളെ വെച്ച് അങ്ങ് പോയി. അവിടെ ചെന്നിട്ട് വീടിന് ചുറ്റും എനിക്ക് യേശുവേ, യേശു നാമം പറഞ്ഞാണ് വീടിന് ചുറ്റും ഇട്ടത്. ഹല്ലേലൂയ. യേശു നാമം പറഞ്ഞ് അമ്മച്ച് പ്രാർത്ഥിച്ചു. ഇത് ആ ഓരോ കല്ലിലും ഇവിടുന്ന് ആളുകളുടെ ആ വേർപ്പും ദുഃഖത്തിന്റെ കണ്ണീരിന്റെ കല്ലണത്. അതുപോലെ അതിൽ കെട്ടിപ്പൊക്കിക്കുന്ന വീടാണ്. അതൊരു മൂലക്കല്ലായിട്ട് മാറി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്ക്, അപ്പോൾ ഈ സ്തുതിപ്പും പ്രാർത്ഥനകളും തട്ടിക്കളക്കണ ഒരു കല്ല് കൊണ്ടിടുമ്പോൾ തന്നെ എത്രയോ വർഷങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേലാണ് ദൈവശക്തി അങ്ങോട്ട് വ്യാപരിക്കുന്നത്. അപ്പോൾ സ്തുതിപ്പിൻ്റെ സമയത്ത് സ്തുതിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, ആ പരിസരങ്ങളിൽ പോലും വലിയ ദൈവശക്തി ആവസിക്കും. വലിയ ദൈവശക്തി ആവസിക്കും. സ്തുതിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് കൈ വെക്കാൻ പറഞ്ഞാൽ മതി. കൈ വെക്കുമ്പോൾ തന്നെ ആ വെക്കുന്ന ആളുടെ കയ്യിലൂടെ ദൈവത്തിൻ്റെ ശക്തി ഒഴുകും. കാരണം ദൈവത്തിൻ്റെ നമ്മൾ കൈ ഉയർത്തി സ്തുതിക്കുമ്പോൾ ആ കൈകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് നിറയുകയാണ്. പിന്നെ വെറുതെ കൈ വെക്കുമ്പോൾ അത്ഭുതം. ഞാൻ ഓർക്കുന്നുണ്ട്, കണ്ണൂർ പിലാത്തറ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു ജനങ്ങളോടെല്ലാം കൈ ഉയർത്തി സ്തുതിക്കാൻ പറഞ്ഞു. കൈ ഉയർത്തി സ്തുതിച്ചു. അതിനുശേഷം തൊട്ടടുത്തുള്ള രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ കൈ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു സഹോദരി എന്ത് ചെയ്തു, ആങ്ങളെ അടുത്തുണ്ട്, ആങ്ങളയുടെ തലയിലേക്ക് കൈ വെച്ചു. ആങ്ങളയ്ക്ക് എന്താ വെച്ചാൽ 32 ആണി ഉള്ള ഒരാളാണ്. 32 ആണിയുള്ള ഒരു അപ്പോൾ എന്ത് കൈ അങ്ങോട്ട് വെച്ച് രാത്രി ചെന്ന് നോക്കുമ്പം ഒരു തരിയാണി ഒരു കംപ്ലീറ്റ് വിട്ടുപോയി. എൻ്റെ പേര് ലിസി. ഞങ്ങൾ തളിപ്പറമ്പ് പൂവ ഇടവകയിൽ നിന്ന് വരുന്നു. പിലാത്രയെ വെച്ചിട്ട് വട്ടയിലച്ഛൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് എൻ്റെ സഹോദരന് വേണ്ടിയിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കാലിൽ 32 ആണിയോളം ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞാണി. അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് കാല് മടക്കി വെക്കുന്ന സമയത്ത് ഞാൻ കാലിൻ്റെ അടിപ്പാദം സഹോദരൻ്റെ കാലിൻ്റെ അടി പിടിച്ച് നോക്കുമ്പം ഒറ്റ ആണിയുമില്ല. യേശുവേ, 32 ആണി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ സമയത്ത് ആ ആണി എങ്ങോട്ട് പോയെന്ന് അറിയാൻ മേല. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്ന നിർദ്ദേശം എങ്ങനെയാണ്? പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൽ 30-ാമത്തെ തിരുലിഖിതം. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം. അപ്പോൾ കർത്താവിനെ സ്തുതിക്കുന്നത് അലസത പാടില്ല. ടെലിവിഷൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും, ഒരു ഇടവക ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും, ഒരു ധ്യാനം കൂടുന്ന സമയത്താണെങ്കിലും, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും അലസത ഒട്ടും നന്നല്ല. എന്തു ചെയ്യണം? നിങ്ങളുടെ മുഴുവൻ ശബ്ദം ഉപയോഗിക്കണം, നിങ്ങളുടെ മുഴുവൻ കഴിവ് ഉപയോഗിക്കണം. കൈ കൊട്ടണം, കൈകൾ ഉയർത്തണം. ആഹ്ലാദ ആരവങ്ങളോടെ സ്തുതിഗീതങ്ങളോടെ ജീവിക്കുന്ന കർത്താവിന് മുമ്പിൽ സ്തുതികളും ബലികളും അർപ്പിക്കണം. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുറച്ചു നേരം നമ്മൾ കർത്താവിനെ ഉച്ചത്തിൽ പാടി സ്തുതിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിപ്പിൻ്റെ ബന്ധനങ്ങൾ മാറട്ടെ, പ്രാർത്ഥിക്കാൻ തടസ്സങ്ങൾ മാറട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളെ മൂടുന്ന അലസത, ക്ഷീണം, മടുപ്പ്, മന്ദത ഇവയെല്ലാം വിട്ടുമാറി പോകട്ടെ. 2 കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കാമോ, എത്ര ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ഈ സമൂഹത്തിൽ നിന്ന് ക്ഷീണങ്ങൾ മാറട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്ന് കാലങ്ങളായുള്ള മന്ദത, മരവിപ്പ്, ക്ഷീണം, മടുപ്പ്, അടഞ്ഞ പ്രകൃതം ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ
പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. കൈകൾ ഉയർത്തി കൈയടിച്ച് ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിപ്പിന്റെ അഭിഷേകം നൽകണമേ. കർത്താവേ സ്തുതിപ്പിന്റെ അഭിഷേകം നൽകണമേ. യേശുവേ സ്തുതിപ്പിന്റെ അഭിഷേകം കൊണ്ട് ഈ സമൂഹത്തെ നിറയ്ക്കണമേ. ബന്ധിക്കപ്പെടുന്ന ആത്മാക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. ആദരങ്ങളുടെ ബന്ധനങ്ങൾ മാറട്ടെ. എല്ലാ ആദരങ്ങളും ദൈവസ്തുതിപ്പുകൾ നിറയട്ടെ. ദൈവ ആരാധനയുടെ ഹൃദയം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, മുട്ടുകുത്തി നിന്നുകൊണ്ട് രണ്ട് കരങ്ങളും ദിവ്യകാരൻ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് അവിടുന്ന് സ്വർഗീയമായ അഭിഷേകം ഈ സമൂഹത്തിന് മേൽ ചൊരിയാൻ ഹല്ലേലൂയ എന്ന നാമം അവിടുന്ന് നൽകി, എന്ന വാക്ക് അവിടുന്ന് നൽകി. യേശു എന്ന നാമം അവിടുന്ന് നൽകി. ഉന്നതമായ ദാനങ്ങൾ അവിടെ നമുക്ക് നൽകി. നന്നായിട്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുക. എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്രയും ഉറക്കെ യേശുവിനെ വിളിച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, ഇപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. മക്കളെ, നിങ്ങൾ എവിടെയായിരുന്നാലും ഇപ്പോൾ വിശ്വാസത്തോടെ ഉച്ചത്തിൽ ഉറക്കെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, അവിടുന്ന് കുടുംബങ്ങളെ സ്പർശിക്കണമേ. മക്കളെ അനുഗ്രഹിക്കണമേ. നിലവിളിക്കുന്ന കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. ബാലികാബാലന്മാരെ അനുഗ്രഹിക്കണമേ. യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. നവദമ്പതികളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെല്ലാം കണ്ണുനീര് ഒപ്പിയെടുക്കണമേ. യേശുവേ, യേശുവേ, യേശുവേ.